ഈ ബജറാൻദൾ ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ ഗവൺമെൻറ് ശരിക്കും അങ്ങ് സപ്പോർട്ട് ചെയ്യുക സംഘ് പരിവാർ ഗ്രൂപ്പ്. കാരണം അവർ ഈ പലയിടത്തും ഇതേപോലെ ഉള്ള പല മൈനോറിറ്റി എടുത്തും, അതായത് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്ത് ഈ ഇത്രയും പണം തന്നില്ലെങ്കിൽ നിനക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി അതേപോലെ തന്നെ ലവ് ജിഹാദോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരോപിച്ച് വീടുകൾ ഇടിച്ച് പൊളിക്കും. ഇത് സത്യം പറഞ്ഞാൽ ജനാധിപത്യം ഇന്ത്യക്ക് പറ്റിയതേ അല്ല. അതാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് ഈ കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ടി, ഇതിനെപ്പറ്റി എനിക്ക് വലിച്ചു നീട്ടാൻ വയ്യ. കാരണം ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ആയ ഞാനും ചിന്തിക്കുന്നത്, നാളെ ഇതേപോലെ എൻ്റെ വീടും അല്ലെങ്കിൽ നിങ്ങളുടെ വീടും ഒരു ഇതുമില്ലാതെ ഗവൺമെൻറ് വന്ന് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യ ഇന്ത്യയുടെ പ്രസക്തി എന്താ? ഇതാണ് ഇന്ത്യയിൽ നടക്കുന്ന കാടത്തം എന്ന് പറയുന്നത്. ഈ ബുൾഡോസർ രാജ്യം കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ഇന്ത്യക്കാരനും സമ്മതിക്കില്ല. തെറ്റുകളുണ്ട്, ഇവിടെ കോടതിയുണ്ട്, മറ്റ് പല പരിപാടികളുണ്ട്, അതനുസരിച്ചാണ് പോകേണ്ടത്. ഒരു തെറ്റും ചെയ്യാത്തവനെ പെട്ടെന്നൊരു നോട്ടീസ് കൊണ്ടുവന്ന് പൊളിക്കാൻ പോവുക, അവനെ നശിപ്പിക്കാൻ പോവുക. ഇതാണ് ഞങ്ങളുടെ ജനാധിപത്യം എന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളും പ്രതികരിക്കണം. അത്ര ക്രൂരമായിട്ടാണ് ആ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമില്ല. അവരെന്ത് തെറ്റാണ് ചെയ്ത്? ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടനയും പറയുന്ന ഏതെങ്കിലും തെറ്റവർ ചെയ്തോ? അവരെന്താ ക്രിമിനൽ കേസിലെ പ്രതികളാണോ? അല്ല. അവർക്ക് അവരുടെ വീട്ടുകളിൽ നിന്ന് വെപ്പൺ പിടിച്ച പല മുസ്ലിങ്ങളുടെ വീടുകളിൽ നിന്ന് ഈ ബുൾഡോസറിന് ഇടിക്കുമ്പോൾ ഇവരുണ്ടാക്കുന്ന കള്ളക്കേസുകളുണ്ട്. പോലീസ് വീട്ടുകളിൽ നിന്ന് വെപ്പൺസ് പിടിച്ചെടുത്തു. അത് മുഴുവനായി കള്ളക്കേസ്. അതിൻ്റെ പേരിലാണ് സുപ്രീം കോടതി പറഞ്ഞ് തടഞ്ഞിരിക്കുന്നത്.